തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി.ജെ.പിയുടെ ബ്രാഞ്ച് ഓഫീസെന്ന് ആം ആദ്മി പാർട്ടി. ന്യൂ ടൈംസ് വാർത്തകളിലേക്ക് സ്വാഗതം. നരേന്ദ്രമോദിയും അമിത്ഷായും നയിക്കുന്ന ബി.ജെ.പി വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും സകല സീമകളും കടന്ന് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മതവും ജാതിയും ഉപയോഗിച്ച് സമൂഹത്തെ വിഭജിച്ച് വോട്ട് നടത്തുന്ന അവരുടെ ശ്രമങ്ങൾ രാജ്യത്തെ സ്നേഹിക്കുന്ന ഏതൊരു മതേതര ജനാധിപത്യ വിശ്വാസിയെയും വേദനിപ്പിക്കുന്നതാണ്. ഏപ്രിൽ 21 രാജസ്ഥാനിലെ ബൻസ്വാരയിൽ ഒരു പൊതുയോഗത്തിൽ സംസാരിക്കവേ രാജ്യത്തെ മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരെന്നും കൂടുതൽ കുട്ടികളെ ജനിപ്പിക്കുന്നവരുമൊക്കെ വിളിച്ച് അദ്ദേഹം അധിക്ഷേപിച്ചു. ഏതെങ്കിലും പ്രത്യേക മതങ്ങളെ ലക്ഷ്യമിട്ട് പ്രചരണം നടത്തുന്നത് ജനാധിപത്യത്തിന്റെ, ജനപ്രാതിനിധ്യ നിയമത്തിന്റെയും മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെയും പൂർണ്ണ ലംഘനമാണ്. കൂടാതെ വ്യാജ വാർത്തകൾ, മതവിദ്വേഷം തുടങ്ങിയവ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശന നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും നടപടികളുമെടുക്കാറുമുണ്ട്. ഇതിനെയെല്ലാം കാറ്റിൽ പറത്തി നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പ്രസംഗത്തിനെതിരെ നടപടിയെടുക്കാൻ ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല. എന്നാൽ അതേസമയം ഏതെങ്കിലും രീതിയിലുള്ള വിദ്വേഷ വാക്കുകളോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പേരോ പരാമർശിക്കാത്ത ആം ആദ്മി പാർട്ടിയുടെ ജയിൽ കാ ജവാബ് വോട്ട്സെ ദേൻകെ എന്ന ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് പ്രചരണ ഗാനം നിരോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിച്ച ആവേശം അവർ ബി.ജെ.പിയുടെ ഒരു ബ്രാഞ്ച് ഓഫീസായി മാറിയോ എന്ന സംശയത്തിന് ബലം നൽകുന്നുവെന്ന് ആം ആദ്മി പാർട്ടി തിരൂരങ്ങാടി മണ്ഡലം കമ്മിറ്റി കുറ്റപ്പെടുത്തി. ഈ സാഹചര്യത്തിൽ വിദ്വേഷ പ്രസംഗങ്ങളുടെ പേരിൽ നരേന്ദ്രമോദിക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് തിരൂരങ്ങാടി മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 20,000 പോസ്റ്റൽ കാർഡുകൾ ജനങ്ങളിൽ നിന്ന് ഒപ്പിട്ട് ശേഖരിക്കുകയുണ്ടായി. അത് ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് തിരൂരങ്ങാടി മണ്ഡലം ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഒരുമിച്ച് പോസ്റ്റ് ചെയ്യുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടുതൽ നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് അവരെ ഉണർത്തുക എന്നതാണ് ഇതിലൂടെ ആം ആദ്മി പാർട്ടി ലക്ഷ്യം വെക്കുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂ ടൈംസ്.